ഒപ്പം തന്നെ ചില ചെറിയ കമ്പനികളുടെ അവരുടെ നമ്പേഴ്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമായിട്ടും ആനന്ദ് റാറ്റിയുടെ ഒരു നമ്പേഴ്സിലേക്കാണ് വരുന്നത്. ആനന്ദ് റാറ്റിയെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും അവരുടെ ലാഭത്തിൽ ഓൾമോസ്റ്റ് ഒരു 30% ഇയർ ഓൺ ഇയർ ബേസിൽ ഒരു വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വരുമാനം പരിശോധിക്കുകയാണെങ്കിലും 22% ഒരു വളർച്ച രേഖപ്പെടുത്താനായിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇനി ഓഹരിയിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ 1% ഒരു മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു നവംബർ മുതൽ ഒരു നേരിയ തോതിൽ ഒരു റിക്കവറി മോഡൽ കാണാൻ സാധിച്ചത് അല്പം കൂടി സ്ട്രോങ് ആയിരിക്കുന്നത് ഡിസംബർ 9 ശേഷമാണ്. തുടർച്ചയായിട്ടൊരു മുന്നേറ്റം ഈ ഒരു ഓഹരിയിൽ കാണുന്നുണ്ട്. സോ ആനന്ദ് റാറ്റി വെൽത്തിലുള്ള അനലിസ്റ്റുകളുടെ ഒരു ടേക്ക് എന്താണ് സഫാൻ? ടെക്നിക്കലി സ്ട്രോങ് സ്റ്റേറ്റ്, അതിലുപരി ബോട്ടം ലെവലിൽ സ്ട്രോങ് ബൈങ് ഇൻട്രസ്റ്റ്. അതായത് 9th ഡിസംബറിലെല്ലാം സ്പൈക്കിംഗ് വോളിയം ആക്ഷനാണ് കാണാൻ സാധിക്കുന്നത്. 2799 എന്ന ലെവൽ ഒരു സ്ട്രോങ് ഡിമാൻഡ് സോണായി ആക്കിയതിനെ തുടർന്നാണ് കണ്ടിന്യൂസ് അപ്സൈഡ് ക്യാൻഡിൽ ഫോർമേഷൻ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു 10% മൂവ്മെൻ്റ് ആണ് ബോട്ടം ലെവലിൽ നിന്ന് കറൻറ്റ്ലി കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ ക്യാൻഡിൽ ഫോർമേഷനും ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് ലോവർ ലെവലിൽ നിന്ന് സ്ട്രോങ് ഡിമാൻഡ് എടുക്കുന്ന ഒരു ക്യാൻഡിൽ ഫോർമേഷൻ, കൂടാതെ ഒരു 1% ഓൾമോസ്റ്റ് ഒരു 1% അപ്പ് മൂവ്മെൻ്റ് ആണ് കാണാൻ സാധിക്കുന്നത്. ഇന്നൊരു സ്ട്രോങ് ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ ഒരു മൊമെൻ്റ് റാലി എക്സ്പെക്ട് ചെയ്യാമെന്നാണ് പല അനലിസ്റ്റുകളും വിലയിരുത്തുന്നത്. കാരണം റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡിക്കേഷൻസ് എല്ലാം പോസിറ്റീവായിട്ടാണ് ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിക്കുന്നത്.